ടെക് ന്യൂസ്. റിലയൻസ് ജിയോയോട് മത്സരിക്കാൻ BSNL കുറഞ്ഞ നിരക്കിൽ 5 മാസത്തെ വാലിഡിറ്റിയുള്ള പ്ലാൻ അവതരിപ്പിച്ചു. സ്വകാര്യ കമ്പനികൾ ടെലികോം നിരക്കുകൾ ഉയർത്തിയ സാഹചര്യത്തിലാണ് കുറഞ്ഞ നിരക്കുമായി BSNL എത്തുന്നത്. സ്വകാര്യ കമ്പനികളെ വെല്ലുവിളിക്കും വിധം പുതിയ 997 രൂപയുടെ പ്ലാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് BSNL. 160 ദിവസമാണ് ഈ പ്ലാനിന്റെ വാലിഡിറ്റി. അതായത് 5 മാസത്തോളം പ്ലാനിന് വാലിഡിറ്റി ഉണ്ടാവും. ദിവസേന 2 GB ഡാറ്റയാണ് ഈ പ്ലാനിൽ വാഗ്ദാനം ചെയ്യുന്നത്. ആകെ 320 GB ഡാറ്റ പ്ലാനിന്റെ വാലിഡിറ്റി പരിധിയിൽ ലഭിക്കും. പ്രതിദിനം 100 SMS, അൺലിമിറ്റഡ് വോയിസ് കോൾ എന്നിവയും പ്ലാനിലുണ്ട്. നിലവിൽ പ്രതിദിനം 2 GB ഡാറ്റ ലഭിക്കുന്ന ജിയോയുടെ ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പ്ലാനിന് 349 രൂപയുണ്ട്. 28 ദിവസമാണ് വാലിഡിറ്റി. എന്നാൽ ഇതേ ആനുകൂല്യങ്ങൾക്ക് 997 രൂപയുടെ BSNL പ്ലാനിൽ മാസം ഏകദേശം 199 രൂപ മാത്രമാണ് ചെലവ് വരിക. ഹാർഡി ഗെയിംസ്, സിംഗ് മ്യൂസിക്, BSNL ട്യൂൺ തുടങ്ങിയ അധിക സേവനങ്ങളും ആസ്വദിക്കാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പേടിഎമ്മിന്റെ സിനിമ, ഇവന്റ്സ്, ടിക്കറ്റിംഗ് ബിസിനസ് ഏറ്റെടുക്കാൻ സൊമാറ്റോ 2048 കോടി രൂപയുടേതാണ് ഇടപാട്. ഈ വിഭാഗത്തിന്റെ 100% ഓഹരികളും സൊമാറ്റോയ്ക്ക് വിൽക്കുമെന്ന് പേടിഎം അറിയിച്ചു. ഫുഡ് ഡെലിവറിയിൽ മാത്രം ഒതുങ്ങാതെ വൈവിധ്യവൽക്കരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി 2048 കോടി രൂപ ചെലവഴിച്ച് പേടിഎമ്മിന്റെ സിനിമ, ഇവന്റ്സ്, ടിക്കറ്റ് ബിസിനസ് ഏറ്റെടുക്കാനാണ് സൊമാറ്റോ തീരുമാനിച്ചത്. നിലവിൽ റിലയൻസ് പിന്തുണയുള്ള ബുക്ക് മൈ ഷോയ്ക്കാണ് മേഖലയിൽ ആധിപത്യം. സിനിമ, ഇവന്റ്സ്, ടിക്കറ്റ് ബിസിനസ് രംഗത്തേക്ക് സൊമാറ്റോ കൂടി കടന്നുവരുന്നതോടെ മത്സരം മുറുകുമെന്നാണ് വിലയിരുത്തൽ. വാർത്ത പുറത്തു വന്നതോടെ പേടിഎം ഓഹരി വില 5% ഉയർന്നു. പേടിഎം ഓഹരികൾ 604.45 രൂപയായി ഉയർന്നപ്പോൾ സൊമാറ്റോ 2.71% ഉയർന്ന് BSEയിൽ 267 രൂപയിലെത്തി. ബാങ്കിംഗ് പ്രവർത്തനം വിലക്കിക്കൊണ്ടുള്ള RBIയുടെ ഉത്തരവിനെ തുടർന്ന് പേടിഎം ഇപ്പോൾ അതിന്റെ കോർ ബിസിനസ്സുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. പണമിടപാടുകളിലും സാമ്പത്തിക സേവന പ്രവർത്തനങ്ങളിലും മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ബിസിനസ്സുകൾ ഒഴിവാക്കാൻ പേടിഎം തീരുമാനിച്ചതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്തെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ഗതിവേഗം ഉടൻ ഉയരും. 3 പ്രധാന സമുദ്രാന്തർ കേബിൾ പദ്ധതികൾ ഉദ്ഘാടനത്തോട് അടുക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ 4 മടങ്ങ് ഇന്റർനെറ്റ് കപ്പാസിറ്റി ഉയരും എന്നാണ് പ്രതീക്ഷ. ഡിജിറ്റൽ കണക്ടിവിറ്റിയിൽ പുതിയ ഉയരങ്ങൾ താണ്ടാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. 3 പുതിയ സമുദ്രാന്തർ വാർത്താവിനിമയ കേബിൾ പദ്ധതികൾ വികസന പാതയിലാണ്. ആഫ്രിക്ക പേൾസ്, ഇന്ത്യ ഏഷ്യ എക്സ്പ്രസ്, ഇന്ത്യ യൂറോപ്പ് എക്സ്പ്രസ് എന്നിവയാണവ. ഇവ ഒക്ടോബർ 2025 മാർച്ചിൽ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിലുള്ള സമുദ്രാന്തർ വാർത്താവിനിമയ കേബിളുകളുടെ കപ്പാസിറ്റി 4 മടങ്ങ് കൂട്ടുകയാണ് ഈ പദ്ധതികളിലൂടെ ലക്ഷ്യമിടുന്നത്. ഇത് രാജ്യത്ത് പുരോഗമിക്കുന്ന 5G വിന്യാസത്തിനും സഹായകമാകും. സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ വിന്യസിച്ചിട്ടുള്ള ഹൈ കപ്പാസിറ്റി ഫൈബർ ശൃംഖലയാണ് സബ്മറൈൻ കേബിൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉയർന്ന വേഗത്തിലുള്ള ഇന്റർനെറ്റ് ലോകമെമ്പാടും ഉറപ്പുവരുത്തുന്നത് ഈ കേബിളുകളാണ്. ഇത്തരം ഹൈ കപ്പാസിറ്റി ഫൈബർ ശൃംഖലയിലൂടെ ഭൂഖണ്ഡങ്ങളെയും രാജ്യങ്ങളെയും കടൽ മാർഗം ബന്ധിപ്പിച്ചിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വാട്സ്ആപ്പ് വോയിസ് മെസ്സേജുകൾ ടെക്സ്റ്റാക്കി മാറ്റാനുള്ള സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചു. ശബ്ദ സന്ദേശങ്ങൾ കേൾക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ അത് ടെക്സ്റ്റായി വായിക്കാൻ ഇത് സൗകര്യമൊരുക്കും. ഹിന്ദി, ഇംഗ്ലീഷ്, സ്പാനിഷ്, പോർച്ചുഗീസ്, റഷ്യൻ ഭാഷകളിൽ ഈ സേവനം ലഭ്യമാണ്. നിലവിൽ ആൻഡ്രോയിഡ് ഫോണുകളിൽ മാത്രമാണ് ഈ സൗകര്യം എത്തിയിട്ടുള്ളത്. സെറ്റിംഗ്സിൽ ചാറ്റ് സെക്ഷനിൽ ഒരു ടോഗിൾ ബട്ടൺ ഉപയോഗിച്ച് വോയിസ് ട്രാൻസ്ക്രിപ്റ്റ് ഫീച്ചർ ആക്ടിവേറ്റ് ചെയ്യാം. ശേഷം ചാറ്റുകളിൽ വോയിസ് നോട്ടുകൾ ലഭിക്കുമ്പോൾ അവയുടെ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ കാണാം. അത് തിരഞ്ഞെടുത്താൽ ഉപഭോക്താക്കൾക്ക് ഇഷ്ടാനുസരണം വോയിസ് മെസ്സേജുകൾ ട്രാൻസ്ക്രിപ്റ്റ് ചെയ്യാം. ഈ സംവിധാനത്തിലും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനാണ് വാട്സ്ആപ്പ് വാഗ്ദാനം ചെയ്യുന്നത്. ട്രാൻസ്ക്രിപ്റ്റ് ചെയ്ത ടെക്സ്റ്റ് ഫയലിലും സ്വകാര്യതയുണ്ടാകണമെന്നും പങ്കുവയ്ക്കപ്പെടുന്നില്ലെന്നും വാട്സ്ആപ്പ് ഉറപ്പു നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. AI ഫീച്ചറുകളുള്ള ഒപ്പോ F27 5G ഇന്ത്യയിൽ അവതരിപ്പിച്ചു. 22,999 രൂപ മുതലാണ് വില. ഒപ്പോയുടെ F സീരീസിലെ ഏറ്റവും പുതിയ മോഡലായ F27 5Gക്ക് മികച്ച പ്രതികരണമാണ് ഉപഭോക്താക്കൾ നൽകുന്നത്. 6.67 ഇഞ്ച് ഫുൾ HD+ AMO LED സ്ക്രീനും 120 Hz റിഫ്രഷ് റേറ്റുമാണ് ഫോണിനുള്ളത്. മീഡിയാടെക് ഡൈമെൻസിറ്റി 6300 ചിപ്സെറ്റാണ് ഹാൻഡ്സെറ്റിന്റെ കരുത്ത്. 50 MB ക്യാമറയാണുള്ളത്. മുൻവശത്ത് 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയുമുണ്ട്.
5000 mAh ബാറ്ററിയാണ് ഒപ്പോ F27 5Gയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. 22,999 രൂപയാണ് 8GB പ്ലസ് 128GB മോഡലിന്. 8GB പ്ലസ് 256GB വേരിയന്റിന് 24,999 രൂപയാണ് വില. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.